നിങ്ങൾ പാമ്പ പാലത്തിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും, ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവില്ല. ഞാൻ ദേ ഇപ്പോൾ കാണുക. അപ്പോൾ നിങ്ങളുടെ കാണിച്ചു തരാടാ പാലം. ഇതാണ് മക്കളെ പാലം. വേണ്ടോ? കടലോട് കടല്. ലെഫ്റ്റ് സൈഡിലുണ്ടോ റെയിൽവേ ട്രാക്കാണ് പോണത്. ഇതിന് മുകളില് പരുന്തുകൾ ഇങ്ങനെ പറന്നിറങ്ങണോ? നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് അറിയില്ല. പരുന്തുകൾ ചിറകിട്ട് അടിക്കില്ലട്ടോ. ഇതിന് കാറ്റിന്റെ ഇതിനകത്ത് അവര് വെറുതെ ചിറകുകൾ വെച്ചു കൊടുക്കാന്നുണ്ട്. അവരതിലെ ഓളത്തിന് നടക്കുക. ഇവിടെ കാറ്റടിക്കാനാണെങ്കിൽ സ്കേറ്റ് ചെയ്യാൻ പോലും പറ്റില്ല. പാലത്തിൽ ഓവർടേക്ക് വണ്ടി വന്നു കഴിഞ്ഞാൽ പെട്ടൂലോ. വണ്ടി വരുന്നുണ്ടോ? നമ്മളുണ്ടാ മച്ചാറെ, നമ്മളവിടുന്ന് ഇവിടം വരെ വന്നിട്ട് ഇതുവരെ കാണാത്ത സംഭവങ്ങളൊക്കെ കാണുമ്പോൾ വല്ലാത്തൊരു സന്തോഷം കേട്ടോ. ഒരു പ്രത്യേക ഫീലാണ് ഇതൊക്കെ നമ്മൾ അനുഭവിക്കണം ഒരിക്കലെങ്കിലും. അല്ലെങ്കിൽ നമ്മൾ ജീവിച്ചിരുന്നിട്ട് തന്നെ ഒരു യാതൊരു കാര്യമില്ല. കുറേ പണിയെടുത്ത് കുറേ ഉണ്ടാക്കി കുറച്ചേ മരിച്ചു പോകുമ്പോൾ നമ്മൾ പണിയെടുത്തതിനൊന്നും നമുക്ക് ഒരു അർത്ഥം ഉണ്ടാവില്ല. സത്യം പറയാം, ഇതൊക്കെ നമ്മൾ ഫീൽ ചെയ്യണം. അതിപ്പോൾ ഞാനിപ്പോൾ സ്കേറ്റ് ചെയ്ത് വന്നിട്ട് ഫീൽ ചെയ്തു. ജെറിമ്പായി മറ്റേ സൈക്കിൾ കെട്ടി. ഇപ്പം നിങ്ങൾക്ക് നിങ്ങളുടേതുള്ള വാഹനം വെച്ച് വരാം. ബൈക്കായാലും കാറായാലും ഒന്നും വിഷയമില്ല. ഇപ്പം ഞങ്ങളിങ്ങനെ സൈക്കിളും ചവിട്ടി സ്കേറ്റ് ചെയ്യുമ്പോൾ കുറച്ചുകൂടി എക്സ്പീരിയൻസ് മറ്റുള്ള സ്ഥലങ്ങൾ, ബാക്കിയുള്ള സ്ഥലം നമ്മൾ ബൈക്കിലോ കാറിൽ വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഞങ്ങൾ എത്തും. അപ്പോൾ ഇടയിലുള്ള സ്ഥലങ്ങളൊന്നും കാണാനും അത് ആസ്വദിക്കാനൊന്നും പറ്റില്ല. നമ്മൾ ഒരു സ്ഥലം ലക്ഷ്യം വെച്ച് മാത്രം വരും. നമ്മളങ്ങനെയല്ല, വരുമ്പോൾ തന്നെ കുറേ അധികം സ്ഥലങ്ങൾ കണ്ടിട്ടൊക്കെയാണ് ഇവിടെ എത്തിയത്. എന്തായാലും നിങ്ങൾ കാണ്. ഈ വാട്ടർ ബാഗും ബ്ലാഡറും കൊണ്ടുള്ള ഉപകാരം വേറെയാ. അതിൻ്റെ വീഡിയോ വേറെ ഞാൻ ഇടാം. ജെറിമോൻ അവിടെ എന്തോ കണ്ടെന്നുണ്ടോ? അവിടെ പതിയെ ഓൾട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നോക്കാവോ എന്തിനാ കണ്ടത്? എടാ എന്തിനാ കണ്ട? അമ്പോ, എനിക്ക് ഈ ക്യാമറ മറ്റേ വള്ളിയുമ്മ കെട്ടി താഴേക്ക് ഇറക്കണമെന്നുണ്ട്. പക്ഷെ വള്ളിയില്ല. നിങ്ങൾ കാണ്, പാലത്തിനടി എനിക്ക് കാണാൻ പറ്റില്ല. ക്യാമറയോടെ നമുക്ക് കാണാൻ പറ്റുന്നു തോന്നുന്നു. ഇതെങ്ങാനും കൈവിട്ട് കഴിഞ്ഞാൽ കഴിഞ്ഞു. ആണ് മോനെ സ്വർഗം. നമ്മൾ കുറേ പണിയെടുത്ത് നമ്മൾ കുറേ ഉണ്ടാക്കിയിട്ട് യാതൊരു കാര്യമില്ല. നമ്മൾ ചിലവാക്കാൻ പഠിക്കണം. കാണ് കാണ്. പൊന്നു കൂട്ടുകാരെ, ഈ വീഡിയോയിൽ നമ്മൾ
ഒരു ഭാഗം പോലും കട്ട് ചെയ്ത് കളഞ്ഞിട്ടില്ല കേട്ടോ. എല്ലാം നിങ്ങൾക്ക് എൻ്റെ പോലെ തന്നെ ആസ്വദിക്കാം. ഫുള്ള് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാം. അത് എത്ര മിനിറ്റ് ഉണ്ടെന്ന് ഞാൻ നോക്കിയിട്ടില്ല. ഫുള്ളായിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരും. ഇടയ്ക്ക് എൻ്റെ സ്കേറ്റിങ്ങിൻ്റെ വീഡിയോ കൂടി ഉണ്ടാവും. ഓക്കെ, അതും കൂടി നിങ്ങളൊന്ന് സഹിക്കണം. പാലത്തിൻ്റെ മുകളിലുള്ള വഴി കുറച്ച് മോശമാണ് കേട്ടോ. പുറകിലൊരു വണ്ടി വരുന്നുണ്ട്. അപ്പോൾ അവർക്ക് നമ്മൾ സൈഡൊന്ന് ഒതുക്കി കൊടുക്കട്ടെ. ഓക്കെ, അവർ പോയി. നമുക്ക് സ്വസ്ഥമായിട്ട് പോകണല്ലോ, ആരും പേടിക്കണ്ട. കുറച്ച് സ്ഥലങ്ങളിൽ ജർക്കിങ് കേട്ടോ. വഴി സൂപ്പറാണ്, പക്ഷെ നമ്മുടെ ഈ സ്കേറ്റിങ്ങിൻ്റെ വീലിന് അത്ര പറ്റിയതല്ല. ചില സമയങ്ങളിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. ഈ പാലത്തിൻ്റെ ഏറ്റവും ടോപ്പിൽ നമ്മൾ എത്തിയിട്ടില്ല എപ്പോഴും, ഇത്ര ടൈമായിട്ടും. അതെ, ഇതൊരു നടക്കി പോകണ ലക്ഷണമില്ലാന്നുകൊണ്ട് സംഭവം ഇപ്പോഴും ഇതിൻ്റെ പകുതി ആയിട്ടില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം പാലം എന്തായാലും കയറിയിട്ട് ഇറങ്ങിയിട്ടാണല്ലോ നിൽക്കുക. അപ്പോൾ ആ കയറ്റ ഇതുവരെയായിട്ടും കഴിഞ്ഞിട്ടില്ല. ഇനി ഇറക്കമായതുകൊണ്ട് ഒരു സമാധാനമുണ്ട്, വെറുതെ നിന്നാലും മതി. പക്ഷേ ഈ കാറ്റ് ഓപ്പോസിറ്റ് അടിക്കുന്നുണ്ട്, നമ്മൾ കാലെടുത്ത് വെച്ചേ മതിയാവും. ഞാൻ സ്കേറ്റ് ചെയ്യുന്നതുകൊണ്ട് കിതച്ചിട്ടാണ് ഞാൻ പറയണത്. അതുകൊണ്ട് കുറച്ച് ഡിസ്റ്റർബൻസ് ഒക്കെ ഉണ്ടാവും, നിങ്ങൾ ക്ഷമിക്കുക. ഓക്കെ, തംബ്നെയിലിടാനൊരു ഫോട്ടോ സെറ്റ് ആക്കട്ടെ കേട്ടോ. എന്തായാലും ടോപ്പ് എത്തിയിട്ടുണ്ട്. ഞങ്ങൾ രണ്ടുപേരും തംബ്നെയിലിടാനൊരു ഫോട്ടോ സെറ്റ് ആക്കട്ടെ. ഇവിടെ കുറച്ച് ചേട്ടന്മാരുണ്ട്, അവരുടെ എടുത്തു തരാൻ നോക്കിട്ടെ. ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്യുന്നു കേട്ടോ. ഓക്കെ, പാമ്പം പാലത്തിന്റെ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ഒരു വ്യൂ ആണ് കേട്ടോ. റെയിൽവേ ട്രാക്കാണ് ഇതിൽ കൂടെ പോകുന്നത്. രണ്ട് സൈഡിൽ കൂടെ റെയിൽവേ ട്രാക്ക്. ഇവിടെ എന്തോ സംഭവം ഉണ്ട്, എനിക്ക് കറക്റ്റായിട്ട് അതിനെക്കുറിച്ച് അറിയില്ല. ചോദിക്കാനായിട്ട് ഇപ്പം മനസ്സുമില്ല. വേണ്ട, അതാണ് എൻ്റെ തോന്നുന്നത് ഏകദേശം. ആ കടലിൻ്റെ കളർ കണ്ടോ നിങ്ങള്? ആഹാ, ഓക്കെ, ഞങ്ങൾ ബാക്കിയുള്ളത് കണ്ടിന്യൂ ചെയ്യട്ടെ. അതെ ഗൈസ്, അപ്പുറത്തെ പാലത്തിന്റെ വീഡിയോ നിങ്ങൾ കണ്ടല്ലോ, അതേപോലെ അതിന്റെ ഓപ്പോസിറ്റ് സൈഡിലെ വീഡിയോ ആണ് നിങ്ങൾക്ക് കാണിച്ചു തന്നെ.
ഇവിടെ ചെറുവഞ്ചികളുണ്ടോ, മറ്റേ മീൻ പിടിക്കാൻ പോലെ ചെറുവഞ്ചികള് ഉണ്ടോ, കിടക്കണ കിടപ്പ് കണ്ടോ? ആ കളർ കാണുമ്പോ തന്നെ നമുക്കറിയാം പച്ചയല്ല നീലല്ലാത്തൊരു കളറാ. ഇതൊക്കെ നമുക്ക് ഇപ്പോഴല്ലേ മച്ചവരെ ആസ്വദിക്കാൻ പറ്റുള്ളൂ. ഈ ബാക്കിയുള്ള പാരത്തിന് കാണാൻ കൂടി നമുക്ക് എടുത്ത് കാണിച്ചു തരാം. ഓക്കെ, ഞങ്ങള് വീണ്ടും റൈഡ് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. ഇപ്പൊ നമ്മള് ടോപ്പിൽ നിന്ന് താഴേക്ക് ഇറങ്ങാൻ പോവാണ്. എത്ര കിലോമീറ്റർ ഉണ്ടെന്ന് നമ്മൾ നോക്കിയിട്ടില്ല. എന്നാൽ നമ്മൾ അവിടെ നോക്കി എഴുതിയത് നമ്മൾ വായിച്ച് പറയാം. നോക്കട്ടെ, തമിഴിലാവാണ്ടിരുന്നാൽ മതിയായിരുന്നു. നമ്മളവിടെ നോക്കി സ്റ്റാർട്ടിങ്ങിൽ ഉണ്ടായിരുന്നു, പക്ഷെ നമ്മൾ നോക്കാനായിട്ട് വിട്ടുപോയി. ഇത് പാലം കണ്ടപ്പോൾ തന്നെ കയറിയാണ് പോന്നു. ഈ പാലത്തിന്റെ അപ്പുറമായിരിക്കും കേട്ടോ രാമേശ്വരം വരുന്നത്. നമുക്ക് ഈ രാമേശ്വരത്തെ ബന്ധിപ്പിക്കുന്ന ഒരു പാലമാണെന്ന് തോന്നുന്നു. അതെ അതെ, അതന്നെയാണ്. ഇനി അങ്ങോട്ട് ഇറക്കമായതുകൊണ്ട് വലിയ കലാപില്ലായിരുന്നു ഗൈസ്. ഇറക്കം വലിയ സീനൊന്നുമില്ല, കാരണം അത്ര സ്പീഡ് കുറവ്, വലിയ സ്പീഡിലൊന്നല്ലാണ് വീല് പോണേ. ഇടയ്ക്കിടയ്ക്ക് ഒരു കട്ടിങ്ങുള്ള കാരണം മുട്ടിന് ചെറിയൊരു വേന. അത് ചാടുമ്പോ ചാടിക്കിടക്കാനുള്ള ആരോഗ്യമൊന്നുമില്ല, ഇപ്പൊ ഒക്കെ കഴിഞ്ഞു. ഒരു ഹമ്പ് വന്നിട്ടുണ്ട്, പാലം കഴിയാറായി. ഇപ്പൊ ഒരു ഹമ്പ് വന്നിട്ടുണ്ട്, വലിയ സീനില്ല ഗൈസ്. ആ, ഇവിടെ തൊട്ട് വലിയ സോഫ്റ്റ് ആട്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള റോഡാ, വലിയ ഗട്ടറുകളൊന്നും കാണാനില്ല. ഇവിടെ മറ്റേ ടാറ് കുറച്ച് കൂടുതലായതുകൊണ്ട് വീല് പതിയാണ് മൂവ് ചെയ്യണേ. നമ്മുടെ പാമ്പമ്പലം അവസാനിക്കാൻ പോവാണ് കേട്ടോ. ഇത് ഏകദേശം നമ്മളൊരു 100 മീറ്റർ കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പാലം അവസാനിക്കുന്നതായിരിക്കും. ഈ സ്പീഡ് ബ്രേക്കറോടുകൂടി ഈ പാലം കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ. നിനക്ക് ഇത്ര നേരമുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ ബൈ, അടുത്ത വീഡിയോ കാണുന്നവരെ.